എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ലാസ്റ്റ് ഇട്ടുണ്ടായിരുന്ന വീഡിയോ ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു. അത് ഒരുപാട് പേര് കണ്ടിട്ടില്ല. പിന്നെ ഇട്ടുണ്ടായിരുന്നത് ഒരു വ്ളോഗായിരുന്നു, ഞങ്ങൾ വെക്കേഷനിൽ പോയ വ്ളോഗിന്റെ. അതിന്റെ അടുത്ത പാർട്ട് ഞാൻ തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഇടാം. പിന്നെ ഇച്ചിരി ഗ്യാപ്പ് വന്നു, കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അമ്മയ്ക്ക് ഇച്ചിരി സുഖമില്ല. അപ്പോൾ അമ്മമാർക്ക് സുഖമില്ലെങ്കിൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും ശരിയായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത മാസം, ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി ചോക്ലേറ്റ് കേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. റെസിപ്പിക്ക് ടെക്സ്ചർ വൈസും വ്യത്യാസമുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പൊ അമ്മമാരെ ഉണ്ടാക്കി കൊടുക്കുക. ഈവൻ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരിക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ചേച്ചിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രൗണി ഉണ്ടാക്കാനുള്ള ഒരു പാത്രം, നിങ്ങളിപ്പോൾ ഏത് പാത്രത്തിലാണോ ബ്രൗണി ഉണ്ടാക്കാൻ പോകുന്നത്, ബേക്ക് ചെയ്യാൻ പോകുന്നത്, ആ പാത്രം റെഡിയാക്കി വെക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു റെക്ടാംഗുലർ ഷേപ്പിലുള്ള പാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ താഴെ ഞാൻ കുറച്ച് ബട്ടർ എല്ലാം പുരട്ടി ബേക്കിംഗ് പേപ്പറും വെച്ച് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ, ഞാൻ എപ്പോഴും നോർമലായിട്ട് പറയാറുള്ള പോലെ തന്നെ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദയോ ആട്ടയോ ഒന്ന് തൂകി എടുത്തു വെച്ചാലും മതി. അപ്പോഴും ഒട്ടിപ്പിടിക്കില്ല. അപ്പം എൻ്റെ അടുത്ത് ബേക്കിംഗ് പേപ്പർ ഉള്ള കാരണം ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ പാത്രം മാറ്റി വയ്ക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തെ പാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കേക്കിൻ്റെ ടിന്നിൽ സ്ക്വയർ ഷേപ്പുള്ള കേക്കിൻ്റെ ടിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ടിൻ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വട്ടത്തിലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രം ഏതാണോ അത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഈ ബട്ടർ ഒന്ന് ഞാൻ ചൂടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് മീഡിയം ടെമ്പറേച്ചറിൽ നമ്മുടെ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബട്ടറിൻ്റെ അളവ് 150 ഗ്രാം ആണ് കേട്ടോ. അപ്പോൾ 150 ഗ്രാം ബട്ടർ, അല്ലെങ്കിൽ ഞാനിത് അളന്ന് കാണിച്ചു തരാം ഉരുക്കിയതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടർ നന്നായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട, നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ആണ്. ഞാനിപ്പോൾ 55% കൊക്കോ ഉള്ള ഗാലക്സിയുടെ ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് വേണമെന്നൊന്നുമില്ല, സാധാരണ മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് ഡാർക്ക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 90%ഓ 75%ഓ എന്താണ് താല്പര്യം അത് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കയ്പ്പ് രസം കൂടും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് എടുക്കാൻ പറയുന്നത്. അതിലോട്ട് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ ഞാൻ അളന്ന് ഒഴിക്കാം. നിങ്ങൾക്ക് എത്രയാണ് ഉരുക്കിയ ബട്ടറിൻ്റെ അളവെന്ന് അറിയാലോ. 1 കപ്പ്, 3/4 കപ്പ് ഉരുക്കിയ ബട്ടർ, അല്ലെങ്കിൽ 150 ഗ്രാം വെയിറ്റ് പറയുകയാണെങ്കിൽ കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഡബിൾ ബോയിലിംഗ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ആക്കിയാലും മതിയാകും. ചൂടുള്ള ബട്ടറിലോട്ട് ഈ ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഉരുകിക്കോളും. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പലർക്കും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഏത് ചോക്ലേറ്റ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ചൂടുള്ള ബട്ടറിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നന്നായി മെൽറ്റായതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അടപ്പിൽ ഒരു പാത്രത്തിൽ കുക്കറിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ഒരു കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ച് ചെയ്യാം, ഒരു വലിയ ചീനച്ചട്ടിയിൽ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ അവനിലോ OTGയിലോ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അവനിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവനില്ലാത്ത കേക്കിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ തരാം, അതുപോലെ ചെയ്താൽ മതി. പക്ഷേ എല്ലാം സെയിം പ്രൊസീജിയറാണ് മാത്രം. കേക്കും അതുപോലെ തന്നെ ഈ ബ്രൗണിയുടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ മുട്ടയില്ലാത്ത വേർഷൻ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 10 മിനിറ്റോളം 180 ഡിഗ്രി സെൽഷ്യസിൽ അവൻ ചൂടാക്കാൻ വെക്കണം, പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടണം. ഇപ്പം അവനില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാത്രം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അത് ചൂടാക്കാൻ വെക്കണം കേട്ടോ. പാത്രത്തിൽ അല്ലെങ്കിൽ കുക്കറിലോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറക്കരുത്. അതിനുശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രം എടുക്കുക, ആ പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെക്കുക, അതിലോട്ട് നമുക്ക് 10 ടേബിൾ സ്പൂൺ, ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 85 ഗ്രാം
മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. മൈദ താല്പര്യമില്ലെങ്കിൽ 10 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ അൺസ്വീറ്റൻഡ് മധുരമില്ലാത്ത കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഉപ്പില്ലാത്ത ബട്ടറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഉപ്പിടാനല്ല ഉദ്ദേശിക്കുന്നത്, എന്നാൽ പോലും ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് അരിച്ച് എടുത്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മൈദയോ അല്ലെങ്കിൽ ആട്ടയോ മതിയാകും, ഒരുപാട് വേണ്ട, ബ്രൗണി ആയതുകൊണ്ട്. ബ്രൗണിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ പോലെ അത്രയും സോഫ്റ്റ് അല്ല, അതേസമയം ഒരുപാട് ഹാർഡും അല്ലാത്ത ടെക്സ്ചറാണിത്. ഒരു ചെറിയൊരു ചൂയി ടെക്സ്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഞാനിതിൽ മുട്ട യൂസ് ചെയ്യുന്നുണ്ട്. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അതിന് മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മൾ കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടി പാലാണ് ഉപയോഗിക്കേണ്ടത്. ചൂടില്ലാത്ത പാല് വേണം ഉപയോഗിക്കാൻ, മുട്ട ചേർക്കാത്തവർ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ട ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പൊന്നും ഇല്ലാത്ത മുട്ടയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 3 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 3 മുട്ട ഞാൻ ഇതിലോട്ട് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഹാൻഡ് മിക്സ് ഉണ്ടെങ്കിൽ ഹാൻഡ് മിക്സ് ഉപയോഗിക്കാം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം എൻ്റെ അടുത്ത് ഹാൻഡ് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മീഡിയം സ്പീഡിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇത് പതിപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് പൊടിച്ച പഞ്ചസാര ആയാലും കുഴപ്പമില്ല, പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതിലോട്ട് ഞാനിവിടെ 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര അളന്ന് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവൊക്കെ ഡിപ്പെൻസ് കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ആവാം. അപ്പോൾ അതിനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് പതപ്പിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ മുട്ട ഉള്ളത് കൊണ്ടാണ് വാനില എസൻസ് ഒഴിക്കുന്നത്, അതിന്റെ വാസന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് പതപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി, ഇതുകൊണ്ട് തന്നെ 8 ഒന്നും വരയ്ക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി, മനസ്സിലായില്ലേ? ഇച്ചിരി തിക്കായിട്ടൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടറും ചോക്ലേറ്റും കൂടിയുള്ള മിക്സ് ആണ്. അത് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കുന്നില്ല. ഇവിടെ പിള്ളേർക്ക് വലിയ ഇഷ്ടമില്ല കോഫി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ കഴിക്കുന്നതിൽ ചെറിയൊരു കോഫിയുടെ സ്മെല്ല് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നട്ട്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പാണ്. ഒരു 10 അണ്ടിപ്പരിപ്പ് വളരെ നൈസാക്കി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ നട്ട്സ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, ഇല്ലേലും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഇടുന്നുണ്ട്. അതും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. പിള്ളേരുള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചോക്ലേറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതിയാകും. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഞാനൊരു കൈപ്പിടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് ചോക്ലേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയും കോക്കോ പൗഡറും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ഒരു ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് ഇടണം, ഒരുമിച്ച് ഇടണ്ട. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരേ ഡയറക്ഷനിൽ ചെയ്യണം കേട്ടോ. മൊത്തത്തിൽ പൊടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇതുപോലെ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ തിരിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റിന് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അത് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും കുക്ക് ചെയ്യാം. പക്ഷേ കേക്കിൻ്റെ പോലെ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് പോലെ തന്നെ ആയിപ്പോകും. ഇതൊരു ചെറിയൊരു നനവ് വേണം, ഒരു ചെറിയൊരു വെറ്റ്നസ് വേണം. അതായത് ചെറിയൊരു ചൂയി ആയിരിക്കണം. അതാണ് ഈ ചോക്ലേറ്റ് ബ്രൗണിയും കേക്കും തമ്മിൽ വ്യത്യാസം. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോരുത്തരുടെ അവനനുസരിച്ചും ആ കുക്കിംഗ് ടൈം ബേക്കിംഗ് ടൈമിൽ മാറ്റം വരാം. എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് 25 മിനിറ്റെങ്കിലും നമ്മൾ ബേക്ക് ചെയ്യണം. അതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അവനിലോട്ട് വെക്കാം.
അപ്പോൾ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഞാൻ 25 മിനിറ്റ് ആയപ്പോൾ എടുത്ത് നോക്കി. അപ്പോൾ ഇച്ചിരി ഒന്ന് കുക്കാവാനുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും 5 മിനിറ്റ് വെച്ചു. വീണ്ടും 5 മിനിറ്റ് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു സ്ക്യൂർ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ലൈറ്റായിട്ട് ഒരു നനവുണ്ട്. ആ ഒരു നനവ് വേണം, അല്ലാതെ ക്ലിയർ ആയിട്ട് വരാൻ പാടില്ല. അത് ക്ലിയർ ആയി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആയിരിക്കും, ഓവറായിട്ട് ഡ്രൈ ആയിരിക്കും, ഒട്ടും തന്നെ മോയിസ്റ്റ് ആയിരിക്കില്ല. അതായത് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, ഡ്രൈ ആയിട്ട് ഒരു പൗഡർ പോലെ ഉണ്ടാവും. 30 മിനിറ്റിൽ കറക്റ്റ് ഈ ഒരു പരുവം, അതായത് വെള്ളം പോലെയല്ല, വാട്ടറി അല്ല, പക്ഷെ ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടാണ്ടിരിക്കുന്ന ഒരു പരുവം. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്ക് 30 മിനിറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ അവനനുസരിച്ച് വ്യത്യാസം വരും. കുക്കറിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കടായിലോ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാം. ഒരുപാട് വെള്ളം പോലെയാണെങ്കിൽ അതിന്റെ അർത്ഥം കുക്കായിട്ടില്ല എന്നാണ്. അപ്പോൾ കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്യാം. അപ്പോൾ കേക്കും ബ്രൗണിയും നമ്മൾ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിട്ട് ചൂയി ആയിരിക്കും, ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. തന്നെ കഴിക്കാൻ പറ്റില്ല. ഐസ്ക്രീമിന്റെ കൂടെ സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഐസ്ക്രീമും സ്ട്രോബെറിയും ബ്രൗണി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ചൂടോട് കൂടി സെർവ് ചെയ്യാം കേട്ടോ. ചൂടോട് കൂടി സെർവ് ചെയ്യണമെങ്കിൽ ഒരു കഷ്ണം മുറിക്കുക, അതിന്റെ മുകളിൽ ഐസ്ക്രീം വെക്കുക, കഴിക്കുക. അപ്പൊ ഞാൻ ഇച്ചിരി ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രൗണി മുറിച്ചാലോ? ചെറിയൊരു ചൂടുണ്ട്, അതായത് ഇപ്പോൾ അരമണിക്കൂറായിട്ടുള്ളൂ ഞാൻ ചൂടാറാൻ വെച്ചിട്ട്. അപ്പോൾ അതായത് ചെറുതായിട്ടൊരു ചൂയാണ്. ഇപ്പോൾ ചൂടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ചൂടാറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതിൻ്റെ ആ വെറ്റ്നസ് മാറും. പക്ഷേ ഇതുപോലെ ചൂയായിരിക്കണം. അതാണ് ബ്രൗണി എന്ന് പറയുന്നത്. അതേസമയം ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന ബ്രൗണി, ഓവറായിട്ട് കുക്കായ ബ്രൗണിയുടെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്ന ബ്രൗണി, അതായത് ഓവറായിട്ട് കുക്കായി. ഞാനിത് നോക്കിയപ്പോൾ ഇങ്ങനെ ഇതുപോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും വെച്ചു. ഒരു 40 മിനിറ്റ് ഒക്കെ വെച്ചപ്പോൾ ഇതുപോലെയായി. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തപ്പോൾ പിള്ളേർ പറഞ്ഞു, അമ്മ ഇങ്ങനെയല്ല ബ്രൗണി ഇരിക്കേണ്ടത്. ഞാൻ ഈ ബ്രൗണി ഒന്നും അധികം കഴിക്കാത്ത ഒരാളാണ്. എന്നോട് പറഞ്ഞു ഇതുപോലെ കുറച്ച് ഉള്ളിൽ നല്ല വെറ്റായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രൗണി ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അത്രയും സോഫ്റ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം കുക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും. കുട്ടികളാണ് തീരുമാനിക്കുന്നത്. അപ്പം അമ്മമാരെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർ അവർക്ക് ഏത് ടെക്സ്ചറാണ് വേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുക്കിംഗ് ടൈം മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുക. ഇതാ ഇപ്പോൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ടെക്സ്ചറായിട്ട് ഞാൻ ചൂടോട് കൂടി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അത് മുറിച്ചത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്നു. അതായത് ആ സോഫ്റ്റ്നെസ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. അതേസമയം ചൂയാണ്. ഞാൻ കാണിച്ചു തരാം, മുറിച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇരിക്കുക ചൂടാറിക്കഴിഞ്ഞാൽ. ഞാൻ ഐസ്ക്രീമിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? അപ്പോൾ ചൂടോട് കൂടിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഐസ്ക്രീമിൻ്റെ കൂടെ സൂപ്പറാണ്, അല്ലെങ്കിൽ സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഐസ്ക്രീം എടുക്കുക, കുറച്ച് ബ്രൗണി ഇങ്ങനെ താഴോട്ട് എടുക്കുക, എന്നിട്ട് സ്ട്രോബെറി വേണമെങ്കിൽ എടുക്കുക. ഒരു വായ കഴിക്കട്ടെ. ബ്രൗണി കഴിച്ചിട്ടില്ലാത്തവർ കേക്കായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ബ്രൗണിയും കേക്കും ഡിഫറെൻ്റ് ആണ്, അതെപ്പോഴും മനസ്സിലാക്കുക. അതിനുശേഷം ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ വീണ ആൻറ്റിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? മക്കളെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് ഇന്നത്തെ ഫെയിലിയേഴ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പുതിയ OTG അവൻ വാങ്ങിച്ചു. അപ്പോൾ അതിനുള്ള പരീക്ഷണങ്ങളാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ചെയ്ത് തന്നെ ശരിയാവണം. അപ്പോൾ ചെയ്ത് സാധാരണ അവനിലുണ്ടാക്കിയപ്പോൾ എൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ OTGയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിയായി വരുന്നില്ല. അപ്പോൾ ഓരോ കേക്ക് ഉണ്ടാക്കുക, ഓരോ ബ്രൗണി ഉണ്ടാക്കുക, അത് ശരിയാവില്ല, വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ ശരിയാവുന്നവരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് OTGയിൽ പറഞ്ഞുതരാം കേട്ടോ. കാരണം എനിക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശരിയാവില്ല. അപ്പോൾ ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഫെയിലിയേഴ്സിൻ്റെ കഥ. ഇത് 3 പ്രാവശ്യം ഉണ്ടാക്കി, 3 പ്രാവശ്യം ഫെയിലിയർ ആയിട്ടുണ്ട്. പക്ഷേ ശരിയാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്.